കണ്ണൂർ ചെറുകുന്നിൽ അനുമതിയില്ലാതെ ക്ഷേത്ര പരിസരത്ത് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ച് CPM അനുകൂല ക്ലബ്ബ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ സേവാസമിതി ഹാളിലാണ് പരിപാടി നടത്തിയത്. അമ്പലപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ ഗണേശോത്സവം നടത്താൻ ഇവിടെ അനുമതി നൽകിയിരുന്നില്ല. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, പറയൂ വിവരങ്ങൾ. നീലിമ, ചിറക്കൽ കോവിലക ദേവസ്വത്തിൽപ്പെട്ട ക്ഷേത്രമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. സ്വാഭാവികമായും കഴിഞ്ഞ കുറെ നാളുകളായി ക്ഷേത്ര പരിസരത്ത് ഒരു തരത്തിലുള്ള പരിപാടികളും നടത്താൻ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സർക്കാർ അനുമതി നൽകാറില്ല. മുൻകാലങ്ങളിലെ ചില വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം. അത് കോടതിയുടെ ഉത്തരവ് അടക്കം ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പരിപാടികൾ നടത്താൻ അനുമതി നൽകാറില്ല. പക്ഷെ ഇവിടെ CPMന്റെ അനുകൂല ക്ലബ്ബ് ഇത്തരം ഒരു പരിപാടി ക്ഷേത്ര ഭാരവാഹികളോട് അനുമതി ചോദിക്കാതെ നടത്തി എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ സേവാസമിതി ഹാളിലാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കള വിടലും മറ്റും സംഘടിപ്പിച്ചത്. ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപ് അവിടെ ഗണേശോത്സവം നടത്താൻ അനുമതി ചോദിച്ച സമയത്ത് ക്ഷേത്ര ഭാരവാഹികൾ അനുമതി നൽകിയിരുന്നില്ല. ഈ പരിപാടിക്കും അനുമതി നൽകിയിരുന്നില്ല. പക്ഷെ അനുമതി നൽകാത്ത ഇരിക്കുന്ന സാഹചര്യത്തിൽ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗണേശോത്സവം എന്ന് പറയുന്ന വിശ്വാസപരമായ ഒരു പരിപാടിയാണ് എന്നെങ്കിലും പറയാം. പക്ഷേ മറ്റത് ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ചുള്ള അത്തപ്പൂക്കളമിടൽ മത്സരമായിരുന്നു. ആ പരിപാടിയാണ് ക്ഷേത്രത്തിന്റെ സേവാസമിതി ഹാളിൽ നടത്തിയത്. ഏതായാലും ഈ അനുമതി ഇല്ലാതെ ഇത്തരത്തിൽ ഈ സേവാസമിതി ഹാളിൽ പരിപാടി നടത്തിയതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. CPM അനുകൂല സംഘടനകൾക്ക് മാത്രം എങ്ങനെയാണ് ഇത്തരത്തിൽ ധാർഷ്ട്യം കാണിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. വിശ്വാസപരമായ ഗണേശോത്സവം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്താൻ അനുമതി നൽകാതിരിക്കുകയും മറ്റ് പരിപാടികൾ അനുമതി നൽകിയില്ലെങ്കിൽ പോലും അതിനെ എതിർക്കാൻ ഒരു നടപടി ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നൊരു വിമർശനം കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട്. നീലിമ, CPMന്റെ ഇരട്ടത്തപ്പാണ് കാണുന്നത്. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.